ഒരു ബാഗിൽ ഇന്നലെ ഇപ്പൊ ഞാൻ കണ്ടു, അതിൽ മൂപ്പര് ഒരു സഞ്ചിയിൽ നിന്ന് കുറെ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ 2 സഞ്ചിയായിട്ട് നടക്കുന്നത്. ഒരു സഞ്ചിയിൽ ഖുർആന്, മറ്റേതില് യൂത്ത് ലീഗുകാർ ഉടുത്ത് കഴുകിയ കുറെ തുണി, മനസ്സിലായോ? പിന്നെ കഴുകാത്ത തുണി, ഇന്നടുക്കായിട്ട് ഇങ്ങനെ നടക്കുക. ഒരു മനുഷ്യന് പ്രാന്തായ എന്ത് ചെയ്യാൻ പറ്റും? അയാളൊരു പ്രൊഫസറല്ലേ, ഡോക്ടർ കെ.ടി. ജലീൽ. എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ ഇത്ര ഈ ഭക്ഷണത്തിലാക്കി വെക്കുന്നത്? എന്നിട്ട് എന്താ പറയുക, ഇതിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്. എന്താ തുണിന്റെ കമ്പനിന്റെ പേര്? രാംരാജ്. മൂപ്പര് രാംരാജുകാര് കാര്യമായിട്ട് എന്തോ കൊടുത്തിനോന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം രാംരാജിന്റെ സ്റ്റിക്കർ കണ്ടില്ലേ, രാംരാജ്, അതിൽ 700 റുപ്യ എന്തോ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്ര ചാലഞ്ച് നടത്തിയവരാ നമ്മള്? എത്ര ചാലഞ്ച്? എന്തിനു വേണ്ടിയിട്ട്? ഈ നാടിന്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിന് ഫണ്ട് ശേഖരണത്തിനൊക്കെ നടക്കൂലേ? 100 റുപ്യന്റെ ബിരിയാണി നമ്മൾ 200ഉം 300ഉം 500ഉം കൊടുത്ത് വാങ്ങുന്നതിൽ എന്താണ്? അത് ചിലപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാകും, അല്ലെങ്കിൽ ഒരു വൃക്കരോഗിയുടേതാകും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാനാകും. അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിന്റെ ഭാഗമായിട്ട് 100 രൂപയുടെ ബിരിയാണി 200 റുപ്യക്കും 300 റുപ്യക്കും 500 രൂപക്കും നമ്മൾ വാങ്ങുന്നുണ്ട്. അതിനോട് ആ താല്പര്യമുള്ളവര് യൂത്ത് ലീഗ് വെക്കുന്ന സാരി വാങ്ങാൻ ഡിവൈഎഫ്ഐക്കാർ പോവോ? ഇടതുപക്ഷക്കാർ പോവോ? അപ്പൊ ആരാ പോവുക? ആ യൂത്ത് ലീഗിന്റെ ഫണ്ട് ശേഖരണം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതല്ലേ ചാലഞ്ച്. അവർക്കറിയില്ലേ ഈ തുണിക്ക് 200 റുപ്യ 300 റുപ്യ എന്തോ ആവട്ടെ എന്ന്. എന്നിട്ട് ഇതും കൊണ്ട് നടക്കുക. ഇതാണ് രാഷ്ട്രീയം.